ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കമലോത്ഭവ തിരുനാൾ. എല്ലാവർക്കും അമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങളും ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ആദവും ഹവ്വായും കർത്താവ് കഴിക്കരുതെന്ന് പറഞ്ഞ പഴം കഴിച്ചതിന് ശേഷം അവരിലേക്ക് ഉളവാകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് അന്യോന്യം കുറ്റപ്പെടുത്തലാണ്. ആദം ഹവ്വായെ കുറ്റപ്പെടുത്തുന്നു, ഹവ്വ സർപ്പത്തെ കുറ്റപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മുടെ കുറവുകളും ബലഹീനതകളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ അതിന് കാരണമാകുന്നത് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാള് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് വന്ന് നീ ദൈവത്തിന്റെ പുത്രന് യേശുവിന് ജന്മം നൽകണമെന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം കല്യാണം കഴിക്കാതെ ഒരു യുവതി ഗർഭം ധരിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന റിസ്ക് എത്രത്തോളമാണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. തന്റെ മരണത്തെ മുന്നിൽ കണ്ടിട്ട് വേണം ഇതിന് ഉത്തരം പറയാൻ എന്ന്. അവിടെ വേണമെങ്കിൽ ഈ ഒരു ദുർവിധി എന്റെ മേൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെയും പഴിച്ചുകൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് വേണമെങ്കിൽ എന്നോട് നോ എന്ന് പറയാം. അവിടെ പരിശുദ്ധമ്മ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ പരിശുദ്ധ അമ്മ കർത്താവിന്റെ ഹിതത്തിനോട് യെസ് എന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിന്റെ ഹിതത്തോട് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷെ നമുക്ക് കർത്താവിന്റെ ഹിതത്തോട് എപ്പോഴും കർത്താവെ അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു തിരുനാളിൽ പരിശുദ്ധ അമ്മയെ പോലെ കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാം. യേശുവിന്റെ തിരുനാൾ ആഘോഷിക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകൾ നേരുന്നു. നമുക്ക് ഏവർക്കും ദാഹട്ടന്മാർ മുകളിൽ നക്ഷത്രം നോക്കി യേശുവിനെ ദർശിക്കാൻ പോയതുപോലെ നമുക്കും ഒന്ന് മുകളിലേക്ക് നോക്കാം. നമ്മുടെ ആത്മീയമായ ജീവിതത്തെ ഒന്നുകൂടെ നമുക്ക് ശക്തിപ്പെടുത്താം. ആ പടങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. യോജന പറയുന്ന പോലെ ആദ്യമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കുന്നു. ദൈവം നിങ്ങളെ സമർപ്പണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? വീടുകളിൽ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കാണുമല്ലേ? ശരിക്കും നമ്മുടെ ഹൃദയത്തിലല്ലേ ഉണ്ണീശോയ്ക്ക് പുൽക്കൂട് കെട്ടേണ്ട? ഹൃദയത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയവരും ഉണ്ടായിരിക്കാം, തുടങ്ങാത്തവരും ഉണ്ടായിരിക്കും. ഹൃദയത്തിലെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒട്ടും വിഷമിപ്പിക്കേണ്ട. നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാം. ഇന്ന് ഡിസംബർ 8, ഡേ 8. നമുക്ക് പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഈ ക്രിസ്മസിനായി ഒരുങ്ങാം. ഡൺ.